ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് പുറത്ത് വഴിപാടിന്റെ മറവിൽ നടത്തിയ കരുതിക്കൂട്ടിയുള്ള കള്ളത്തരമാണിത്. എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്നതിൽ ശാസ്ത്രീയ അന്വേഷണം നടത്തണം. മണ്ഡല മകരവിളക്ക് സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് ശാസ്ത്രീയ അന്വേഷണം പൂർത്തിയാക്കണമെന്നും SITയോട് കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങൾ അഹമ്മദ് മുസ്തഫ നൽകും. മുസ്തഫ, എന്താണ് ഇടക്കാല ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടുന്നത്? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതൊക്കെ തന്നെയാണ് ഇടക്കാല ഉത്തരവിന്റെ ആകെ ഒരു പൊരുൾ എന്ന് പറയുന്നത്. ഒരു അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ വില പ്രതീക്ഷിച്ച് നടത്തിയ ആസൂത്രിതമായ കൊള്ള എന്ന രൂപത്തിൽ തന്നെ ആ രൂപത്തിൽ സംശയം കോടതി ഉന്നയിക്കുകയാണ്. ആ രൂപത്തിലേക്ക് കൂടി അന്വേഷണം കൊണ്ടുപോകണം. ഒപ്പം തന്നെ ഒരു ഭക്തിയുടെ മറവിൽ അല്ലെങ്കിൽ ഒരു ശബരിമലയിലെ ഭക്തിയെ അതിന്റെ മറപിടിച്ച് നടത്തിയ ആസൂത്രിതമായ ഒരു കള്ളത്തരമാണ് എന്നൊരു കാര്യം കൂടി കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ SIT ചില ആവശ്യങ്ങൾ കൂടി ഹൈക്കോടതിക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഈ സ്വർണവുമായി ബന്ധപ്പെട്ട് നേരത്തെ വിജയ് മല്യയാണ് 1999-98 കാലത്ത് ഈ ശബരിമലയിലെ വിവിധ വസ്തുക്കളിൽ സ്വർണം പൂശിയത്. അതിന്റെ പല സ്വർണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലതും പിന്നീട് സ്വർണം ഉരുക്കുകയും അത് പിന്നീട് പുനഃസ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ സ്വർണം തന്നെയാണോ, നേരത്തെയുള്ള അതേ സ്വർണം തന്നെയാണോ തിരിച്ചു പിടിപ്പിച്ചത്, അതല്ലെങ്കിൽ അതിൽ ഏതൊക്കെ തരത്തിലുള്ള കുറവ് വന്നിട്ടുണ്ട്, ഇതൊക്കെ വളരെ വിപുലമായി തന്നെ കണ്ടെത്തണമെങ്കിൽ ഒരു ശാസ്ത്രീയമായ അന്വേഷണം വേണം എന്നൊരു കാര്യം SIT കോടതിക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആ ശാസ്ത്രീയ അന്വേഷണത്തിന് കോടതി അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. 2019-25 ഈ രണ്ട് ഘട്ടങ്ങളിലും സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രീയ അന്വേഷണം നടത്തണം. എല്ലാ ശാസ്ത്രീയ അന്വേഷണവും 10 ദിവസത്തിനകം പൂർത്തിയാക്കാനും SITക്ക് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മണ്ഡല മകരവിളക്ക് സീസൺ തുടങ്ങുകയാണ്. അതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ അന്വേഷണം ഉൾപ്പെടെ പൂർത്തിയാക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. നഷ്ടപ്പെട്ടു എന്നതിൽ ശാസ്ത്രീയ അന്വേഷണം വേണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം.